നിയമനീതിപാലക സംവിധാനത്തിൽ ജയിൽ എന്തിനാണ്? ജയിൽ ശിക്ഷിക്കാനാണ്. കുറ്റം ചെയ്തവരെ തടവിൽ പാർപ്പിച്ച് നല്ലവരാക്കാനാണ്. അവർ പുതിയ മനുഷ്യരായി, കുറ്റവാസനകൾ ഇല്ലാത്തവരായി പുറത്തു വരാനാണ്. അതാണ് ജയിൽ. അല്ലാതെ വിവിധ സ്ഥലങ്ങളിലുള്ള കുറ്റവാളികൾക്ക് പരസ്പരം പരിചയപ്പെടാനും പുതിയ വലിയ കുറ്റങ്ങൾ സംഘടിതമായി ചെയ്യാനുമുള്ള കളമൊരുക്കലല്ല ജയിലിന്റെ ദൗത്യം. ഇത് നമ്മൾ സിനിമയിൽ മാത്രം കണ്ടു പരിചയിച്ച ഒരു ക്രൈം പ്ലോട്ടാണ്. പരസ്പരം ഒരു ലക്ഷ്യത്തിനായി ഒത്തുചേരുന്ന ഒരു കൂട്ടം ക്രിമിനലുകൾ, അവരുടെ കൃത്യമായ പ്ലാനിംഗ്, പട്ടാപ്പകൽ നാടിനെ നടുക്കിയ കൊലപാതകം, കവർച്ച. ആ സംഭവത്തിന്റെ അതിന്റെ അന്വേഷണം ആരംഭിക്കാം. ഉച്ചഭക്ഷണവും കഴിഞ്ഞ് കിടന്നതാണ് ഒരു വൃദ്ധൻ. ഉപജീവനം നടത്തുന്ന സ്വന്തം സ്ഥാപനത്തിൽ ആ പകലിൽ തന്നെ ആ മനുഷ്യൻ കൊല്ലപ്പെടും. കേരളമാണ്. പട്ടാപ്പകൽ ഒരു കൊലപാതകം. ആരുമറിയാതെ ഒരു കടയ്ക്കുള്ളിൽ. ഡിസംബർ 30 ശനിയാഴ്ച. സമയം വൈകുന്നേരം 5:30. സാധനം വാങ്ങാൻ ആ കടയിലെത്തിയ ആൾ ഏറെ നേരം നോക്കിയിട്ടും ഉണ്ണുണ്ണിച്ചായനെ കാണുന്നില്ല. വിളിച്ചു നോക്കി. അകത്തിരുന്നൽപ്പം മയങ്ങുന്ന സ്വഭാവമുണ്ട്. പക്ഷെ ഈ നേരത്തൊക്കെ ആക്റ്റീവായിരിക്കുന്ന ആളാണ്. അച്ചായോ എന്ന് അയാൾ വീണ്ടും നീട്ടി വിളിച്ചു. അകത്തേക്ക് തലയെത്തിച്ചപ്പോൾ തന്നെ ആ കാഴ്ച അയാൾ കണ്ടു. പുതുവേലിൽ സ്റ്റോഴ്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, മൈലപ്ര, പത്തനംതിട്ട ജില്ല. സാധനം വാങ്ങാൻ വന്നയാൾ ആ കാഴ്ച കണ്ട് ഞെട്ടി. അയാളുടെ ഉറക്കെയുള്ള വിളിയിൽ അവിടേക്കെത്തിയ മനുഷ്യരൊക്കെ അത് കണ്ടു നടുങ്ങി. ഉണ്ണുണ്ണി തറയിൽ കിടക്കുകയായിരുന്നു. വായിൽ തുണി തിരുകിയിരിക്കുന്നു. കൈകാലുകൾ ബന്ധിച്ച നിലയിൽ. ഓടിക്കൂടിയവർക്കത് ഉറപ്പിക്കാനായി. ആളിന് ജീവനില്ല. ഒറ്റ നോട്ടത്തിൽ തന്നെ ഉറപ്പ്, കൊലപാതകം തന്നെ. ജോർജ് ഉണ്ണുണ്ണി, 73 വയസ്സ്. വിലാസം പുതുവേലിൽ വീട്, മൈലപ്ര, പത്തനംതിട്ട. സമയം വൈകുന്നേരം 6 മണി. വിവരമറിഞ്ഞ പത്തനംതിട്ട പോലീസ് സ്ഥലത്തെത്തി. നേരം ഇരുട്ടിത്തുടങ്ങി. പോലീസ് വിശദമായ സ്ഥലപരിശോധന നടത്തി. മൃതദേഹം കിടന്ന ഭാഗം, ആ കട, അവിടെയുള്ള CCTV സാധ്യതകൾ എല്ലാം പോലീസ് അരിച്ചുപെറുക്കി. കടയടച്ചു വീട്ടിലെത്താൻ മുത്തച്ഛൻ വൈകുന്നതിന്റെ കാരണം തേടി ഉണ്ണുണ്ണിയുടെ കൊച്ചുമകനും അപ്പോഴേക്കും അവിടെ എത്തി. സ്ഥലം പൂർണ്ണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാക്കി. പ്രാഥമിക പരിശോധനകൾ ആരംഭിച്ചു. സാധനങ്ങൾ കൊണ്ട് ആകെ മൂടിയ നിലയിലാണ് കടയുടെ മുൻഭാഗം. ഉച്ചസമയത്ത് വെയിലടിക്കാതിരിക്കാൻ പച്ച കർട്ടൻ കടയ്ക്ക് മുന്നിൽ താഴ്ത്തിയിടാറുണ്ട്. ഒരു പടുത. ഈ പടുത താഴ്ത്തിയിട്ടാൽ പിന്നെ അകത്തു നടക്കുന്നതൊന്നും പുറത്തറിയാൻ സാധിക്കില്ല. തൊട്ടടുത്തൊന്നും അധികം കടകളില്ല. ഉണ്ണുണ്ണിയുടെ സ്വന്തം കട തന്നെയാണിത്. പലചരക്കാണ് പ്രധാന വ്യാപാരം. പക്ഷേ അതുമാത്രമല്ല, കാർഷിക മേഖല കൂടിയായതിനാൽ മൺവെട്ടി, പിക്കാസ്, ചുറ്റിക, കയർ പോലുള്ള സാധനങ്ങളും അവിടെ വിൽപ്പനയ്ക്ക് നിരത്തിയിട്ടുണ്ട്. കടമുറികളിൽ ഒരെണ്ണം അടച്ച് അകത്തെ ഒരു സ്വകാര്യ മുറി പോലെ ആക്കിയിട്ടുണ്ട്. അവിടെയാണ് ഒരു ഓഫീസ് പോലെ ക്രമീകരിച്ചിരിക്കുന്നത്. ഫോട്ടോസ്റ്റാറ്റ് മെഷീനൊക്കെ വച്ചിരിക്കുന്ന ആ മുറിയിലാണ് കൊലപാതകം നടന്നിരിക്കുന്നത്. അകത്തേക്ക് ആരെയും ജോർജ് ഉണ്ണുണ്ണി കടത്തിവിടാറില്ല. അതായത് അകത്തു കടന്ന് കൊല നടത്തിയവർക്ക് ആ കടയ്ക്കുള്ളിൽ അങ്ങനെ ഒരു മുറി ഉള്ളതായി അറിയാം എന്ന് വേണം കരുതാൻ. പോലീസ് നിഗമനം അതായിരുന്നു.
കൊലപാതകം നടന്ന സമയം ഉച്ചയ്ക്ക് 2-നും 5-നും ഇടയിലായിരിക്കണം. ഉച്ചയ്ക്ക് 2 മണിക്ക് ജോർജിനെ കണ്ടവരുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് കൈ കഴുകാൻ വന്നപ്പോഴാണ് ഒരാൾ ഉണ്ണുണ്ണിയെ കണ്ടത്. ഉച്ചഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ വെയിലേൽക്കാതിരിക്കാനുള്ള പച്ച കർട്ടനിട്ട് ആൾ അകത്തേക്ക് കയറും. ഒരു 4 മണിവരെ അകത്തു തന്നെ ഇരുന്നു മയങ്ങും. അതായത് കടയ്ക്കുള്ളിലെ ഈ ഫോട്ടോസ്റ്റാറ്റ് മുറി, അടുത്തൊന്നും കടകളില്ല എന്ന വസ്തുത, ഉച്ചഭക്ഷണം, ശേഷമുള്ള മയക്കം, ഈ കാര്യങ്ങൾ, ജോർജ് ഉണ്ണുണ്ണിയുടെ ഈ സ്വഭാവങ്ങൾ, ഇതൊക്കെ അറിയാവുന്ന ഒരാൾ, അല്ലെങ്കിൽ ഒരു സംഘം. കൊലയാളികൾക്ക് ഉണ്ണുണ്ണിയെ നേരത്തെ അറിയാം. പോലീസ് നിഗമനം തന്നെ നാട്ടുകാർക്കും. ആ നാട്ടിലെ തന്നെ ഒരു കൊലയാളി. പ്രാഥമിക ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം രാത്രിയോടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി. മൃതദേഹത്തിന് സമീപത്ത് നിന്ന 2 കൈലിമുണ്ടുകളും ഒരു ഷർട്ടും പോലീസിന് ലഭിച്ചു. അത് മുറുക്കി ചുരുട്ടിയ നിലയിലായിരുന്നു. അത് ഉണ്ണുണ്ണിയുടേതല്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് കൊലയാളികൾ കൊണ്ടുവന്നതാകാം. കൊല ചെയ്യാനായി കഴുത്തിൽ മുറുക്കാൻ ഉപയോഗിച്ചത് ആ തുണികളാകാം. അവിടെ CCTV ക്യാമറകളുണ്ട്. അതേതാണ്ട് നശിപ്പിച്ച നിലയിലായിരുന്നു. എങ്കിലും കാര്യങ്ങൾ എളുപ്പമാകുമല്ലോ എന്ന് പോലീസ് കരുതി. ദൃശ്യങ്ങൾ പരിശോധിക്കാൻ അവിടെ എത്തിയ പോലീസ് പക്ഷേ നിരാശയിലായി. CCTV DVRൽ നിന്നുള്ള ഹാർഡ് ഡിസ്കുകൾ അപ്രത്യക്ഷമായിരിക്കുന്നു. അപ്പോൾ അതൊരു പ്ലാൻഡ് മർഡർ തന്നെ. കൃത്യമായി കരുതലോടെ ചെയ്ത ഒരു കൊലപാതകം. കൊലപാതകത്തിന്റെ ഉദ്ദേശം എന്തായിരിക്കും? മുൻവൈരാഗ്യം, ബിസിനസ്സിലെ ശത്രുത, അതോ മോഷണമോ? അത് പരിശോധിക്കണം. നേരമിരുട്ടിയതോടെ സ്ഥലം പോലീസ് ബന്ദോബസ്തിലാക്കി. രാത്രി അന്വേഷണം അവസാനിപ്പിച്ചു. ഉണ്ണുണ്ണിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒരു സ്വർണമാലയും പണവും നഷ്ടപ്പെട്ട കാര്യം ആദ്യ ദിവസം തന്നെ ബന്ധുക്കൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. മൈലപ്ര സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ഷാജി ജോർജിന്റെ അച്ഛനാണ് ഉണ്ണുണ്ണി. പക്ഷേ മോഷണമെന്ന് ഉറപ്പിക്കാൻ ചില പരിശോധനകൾ കൂടി വേണം. ഡിസംബർ 31 ഞായറാഴ്ച രാവിലെ 7 മണി. എന്തൊക്കെയാണ് അവിടെ നിന്നും നഷ്ടപ്പെട്ടിട്ടുള്ളത്? ബന്ധുക്കളുടെ വിവരണങ്ങളിൽ നിന്ന് ജോർജ് ഉണ്ണുണ്ണിയുടെ ചില ശീലങ്ങളുണ്ട്. ഒന്ന്, സ്വർണമാല നിർബന്ധമായും ധരിക്കുന്ന ആളാണ്. കൂടാതെ അടിവസ്ത്രത്തിന്റെ പോക്കറ്റിൽ സൂക്ഷിക്കുന്ന പണം. അച്ചായന്റെ സ്വർണമാല നാട്ടുകാർക്കറിയാം. അതും കുറഞ്ഞ അളവിലല്ല. ഏതാണ്ട് 9 പവനോളം വരുന്ന ഒരു സ്വർണമാല. അടിവസ്ത്രത്തിലെ പോക്കറ്റിൽ പണം സൂക്ഷിക്കുന്ന സ്വഭാവം ഏറെക്കാലമായുണ്ട്. കെട്ടിടങ്ങൾ കരാറായി നിർമ്മിച്ചു നൽകിയിരുന്ന കാലം മുതൽക്കുള്ള ശീലം. കുറഞ്ഞത് 1 ലക്ഷം രൂപ അങ്ങനെ കയ്യിൽ കാണും. 2009 കട തുടങ്ങിയ ശേഷവും ഈ ശീലം അങ്ങനെ തന്നെ തുടർന്നു. കടയിലേക്ക് സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നവർക്ക് പണം കൊടുക്കുന്നത് ക്യാഷ് ആയിട്ടാണ്. അതും മുണ്ട് വശത്തേക്ക് മാറ്റി അടിവസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്നും എടുക്കും. അത് പലരും കണ്ടിട്ടുണ്ട്. അത്രയധികം പണം അങ്ങനെ കൊണ്ടു നടക്കുന്നവർ സാധാരണ കുറവായിരിക്കും. പോലീസ് ഒരു കാര്യം ഉറപ്പിച്ചു. ഈ 2 ശീലങ്ങളും ശ്രദ്ധിച്ച ഒരാൾ, 9 പവൻ സ്വർണമാലയും ഈ പോക്കറ്റിലെ 1 ലക്ഷം രൂപയും. അതറിയാവുന്ന ഒരാൾ ഈ സംഭവത്തിനു പിന്നിലുണ്ട്. അത് നടപ്പിലാക്കാൻ ഒരുപക്ഷെ കൂടുതൽ ആളുകളുടെ സഹായം അയാൾക്ക് ലഭിച്ചിരിക്കാം. രാവിലെ 7 മണിക്ക് തന്നെ ഫിംഗർ പ്രിന്റ് എക്സ്പെർട്ട് സ്ഥലത്തെത്തി. അതിനോടകം രാത്രി തന്നെ 2 ഡിവൈഎസ്പിമാരെ ഉൾപ്പെടുത്തി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ ജില്ലാ പോലീസ് മേധാവി നിയോഗിച്ചിരുന്നു.
തിരുവനന്തപുരത്ത് നിന്ന് ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് പരിശോധന നടത്തി. ഡിസംബർ 31 പുലർച്ചെ തന്നെ ഡോഗ് സ്ക്വാഡ് സംഭവ സ്ഥലത്തെത്തി. കൊലപാതകം നടന്ന പുതുവേലിൽ സ്റ്റോഴ്സിൽ നിന്നും മണം പിടിച്ച പോലീസ് നായ പുറത്തേക്കിറങ്ങി ഓടിത്തുടങ്ങി. അത് കടയുടെ പുറത്തേക്കോടി നേരെ എത്തിയത് സമീപത്തുള്ള ആൾതാമസമില്ലാത്തൊരു വീട്ടിലേക്കായിരുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സൂചനയായി. ആൾതാമസമില്ലാത്ത ഈ വീട്ടിലേക്കുള്ള നായയുടെ ഓട്ടം കൊലയാളികൾ മോഷണത്തിനു ശേഷം കടയുടെ പരിസരത്തെവിടെയെങ്കിലും ഒളിച്ചിരുന്നിട്ടുണ്ടാകാം എന്ന ശക്തമായ സംശയം പോലീസിനു നൽകി. നായ കാണിച്ച പാത പിന്തുടർന്നുള്ള അന്വേഷണത്തിലാണ് പ്രതികൾ കടയുടെ പരിസരത്തെ ഭൂപ്രകൃതി വ്യക്തമായി അറിയുന്നവരാണെന്നും കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ടെന്നും പോലീസ് ഉറപ്പിച്ചത്. അങ്ങനെ എളുപ്പം കീഴടക്കാൻ കഴിയുന്ന ആളല്ല ജോർജ് ഉണ്ണുണ്ണി. വയസ്സ് 73 എന്നത് സത്യമാണെങ്കിലും കായിക ബലത്തിൽ ഉണ്ണുണ്ണി ചെറുപ്പമായിരുന്നു. അത് ഒരൊറ്റയാളാകാൻ സാധ്യതയില്ല എന്ന് അച്ചായനെ അറിയുന്ന എല്ലാവർക്കും ഒരേ സ്വരത്തിൽ പറയുന്നു. അതത്ര എളുപ്പമല്ല. ഒറ്റയ്ക്ക് അപരിചിതനായ ഒരാൾക്ക് അച്ചായനെ അങ്ങനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല. അതൊരു സംഘമാണെന്ന് സ്ഥാപിക്കാൻ പോലീസിനു മുന്നിലുള്ള ആദ്യ സാക്ഷ്യം അതാണ്. ആ കടയ്ക്കു മുന്നിൽ കാച്ചിലും ചേമ്പും ചേനയുമൊക്കെ നിരന്നിരിക്കുന്നത് കാണാം. അതൊക്കെ ഉണ്ണുണ്ണി വാങ്ങി മറിച്ചു വിൽക്കുന്നതല്ല. അതൊക്കെ ഉണ്ണുണ്ണിയുടെ അധ്വാനമാണ്. പുതുവേലിൽ സ്റ്റോഴ്സിന്റെ കടവരാന്ത എന്നത് ആ മനുഷ്യന്റെ അധ്വാനത്തിന്റെ ഡിസ്പ്ലേ ബോർഡാണ്. മണ്ണിൽ അധ്വാനിക്കുന്ന മികച്ച കർഷകൻ കൂടിയായിരുന്നു ആ ഫുൾ ടൈം വ്യാപാരി. ലിബിയ എന്ന രാജ്യത്തായിരുന്നു ജോർജ്. 20 വർഷം മുമ്പാണ് നാട്ടിൽ മടങ്ങിയെത്തിയത്. പിന്നീട് കെട്ടിട നിർമ്മാണം കരാറെടുത്ത് പണമുണ്ടാക്കി. നല്ലൊരു മേസ്തിരിപ്പണിക്കാരൻ കൂടിയായിരുന്നു ഉണ്ണുണ്ണി. ആളിലൊരാളായി നിന്ന് പണി ചെയ്യും. കട തുടങ്ങിയ ശേഷം കെട്ടിടപ്പണി നിർത്തി. എല്ലാ ദിവസവും പുലർച്ചെ 4 എഴുന്നേൽക്കും. 5 വരെ ബൈബിൾ വായിക്കും. ഉറക്കെ തന്നെ. തൊഴുത്തിലേക്കാണ് അടുത്ത ഊഴം. 3 പശുക്കളെ കറക്കും. തൊഴുത്ത് കഴുകി പശുക്കളെ കുളിപ്പിക്കും. പിന്നെ പാല് വിതരണം. 6 മണിയാകുമ്പോൾ മടങ്ങിയെത്തി വീടിന് താഴെയുള്ള വയലിലേക്കിറങ്ങും. കാച്ചിൽ, ചേന, ചേമ്പ്, ഇഞ്ചി, കപ്പ തുടങ്ങിയവയാണ് കൃഷി. ഒരു ചെറിയ വാഴത്തോപ്പുമുണ്ട്. ഒറ്റയ്ക്കാണ് അധ്വാനം. കൃഷി ചെയ്ത് കിട്ടുന്ന പച്ചക്കറികളും ഫലവും വീട്ടിലെ ആവശ്യത്തിനെടുക്കും. എന്നാലും കുറേ ബാക്കി വരും. അത് പുതുവേലിൽ സ്റ്റോഴ്സിന്റെ കടവരാന്തയിലെത്തും. ഇത്രയും കൈക്കരുത്തും മനക്കരുത്തുമുള്ള ജോർജ് ഉണ്ണുണ്ണിയെ എങ്ങനെ ഒരു മോഷ്ടാവിന് കീഴടക്കാനാകും? ഒരു സംഘമുണ്ടെങ്കിൽ അവർ എങ്ങനെ ഈ പകലിൽ ഈ കൃത്യം ചെയ്ത ശേഷം ആരുടെയും കണ്ണിൽപ്പെടാതെ രക്ഷപ്പെട്ടു? കൂടുതൽ CCTV സാധ്യതകൾ തേടണം. പോലീസിന് മുന്നിൽ മറ്റു തെളിവുകളൊന്നുമില്ല. ഒരു ചെറിയ സൂചനയെങ്കിലും വേണം ഇനി മുന്നോട്ട് പോകാൻ. കൊല്ലപ്പെട്ട ജോർജിന്റെ കടയിലെ CCTV ഹാർഡ് ഡിസ്ക് പ്രതികൾ ഇളക്കിക്കൊണ്ടുപോയിരുന്നു. മറ്റു സാധ്യതകൾ തേടി പോലീസ് ഇറങ്ങി. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിലെയും പാതയോരങ്ങളിലെയും ക്യാമറകൾ പോലീസ് പരിശോധിച്ചു. മൈലപ്ര വഴി കടന്നുപോയ 46 ബസ്സുകളിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പ്രത്യേകം ശേഖരിച്ചു പരിശോധിച്ചു. ബസ്സുകളിൽ നിന്നും ശേഖരിച്ച CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് പ്രതികൾ സഞ്ചരിച്ച ഓട്ടോറിക്ഷയെക്കുറിച്ചുള്ള ഒരു സൂചന ലഭിക്കുന്നത്. ഒരു ബസ്സിൽ നിന്ന് ലഭിച്ച ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യം നടന്ന സമയത്ത് കടയുടെ സമീപം സംശയകരമായ സാഹചര്യത്തിൽ ഒരു ഓട്ടോറിക്ഷ നിൽക്കുന്നത് കണ്ടു. ഈ ഓട്ടോറിക്ഷയെ
അതിവേഗം പോലീസ് കണ്ടെത്തി. ഹരീബ് അങ്ങനെ ഒരു പേരിലേക്ക് പോലീസ് എത്തിച്ചേർന്നത് അങ്ങനെയാണ്. ഇതേ സമയം സൈബർ സെല്ലിന്റെ സഹായത്തോടെ നടന്ന സമാന്തര അന്വേഷണം മൊബൈൽ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചായിരുന്നു. സംഭവ സമയത്ത് പ്രദേശത്ത് സജീവമായിരുന്ന മൊബൈൽ ഫോണുകളുടെ വിവരങ്ങൾ ടവർ ഡംപ് പോലീസ് വിശകലനം ചെയ്തു. ആയിരക്കണക്കിന് സിഗ്നലുകളെ വേർതിരിക്കുന്ന ഡേറ്റ അനാലിസിസ് നടന്നു. ഹരീബ് എന്ന ഓട്ടോ ഡ്രൈവറുടെ പേരിലെ കണക്ഷൻ പ്രത്യേകം മാച്ചാക്കി നോക്കി. അവിടെയും അയാളിലേക്കുള്ള സൂചനകൾ തന്നെ ലഭിച്ചു. ജോർജിന്റെ കടയ്ക്ക് സമീപം ഹരീബിന്റെ സാന്നിധ്യം ഫോൺ ടവർ ലൊക്കേഷൻ വഴി പോലീസ് ഉറപ്പിച്ചു. അയാളുടെ നമ്പറിന്റെ CDR എടുത്തു. ആ ദിവസത്തെ, അതിനു മുൻ ദിവസത്തെ, ആ ഞായറാഴ്ചയിലെ എല്ലാ കോളുകളും പരിശോധിച്ചു. അയാളുടെ ഫോൺ വിളികളേറെയും കുറെ തമിഴ്നാട് സ്വദേശികൾക്കുള്ളതായിരുന്നു. ഹരീബ് പത്തനംതിട്ടയിലെ ഒരു ഓട്ടോ ഡ്രൈവറാണ്. അയാൾക്ക് ജോർജിന്റെ ശീലങ്ങളെക്കുറിച്ച് വ്യക്തമായ അറിവുണ്ടായിരുന്നു. ഹരീബിനെ പോലീസ് വിളിച്ചു വരുത്തി. അയാളെ ചോദ്യം ചെയ്തതോടെ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വന്നു തുടങ്ങി. പിടിച്ചയാൾ കൃത്യം, പോലീസിന് തെറ്റിയില്ല. പക്ഷെ ഇനിയുമുണ്ട് ആളുകൾ. കൂടെ നിന്നവർ, പാർട്ട്നേഴ്സ് ഇൻ ക്രൈം, അവർ തമിഴ്നാട്ടുകാരാണ്. ഹരീബിനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതോടെയാണ് കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. ആസൂത്രണം, മോഷണം, കൊലപാതകം, തെളിവ് നശിപ്പിക്കൽ, അങ്ങനെ അന്നുച്ചയ്ക്ക് ആ കടയിൽ നടന്ന ഹീനകൃത്യത്തിന്റെ എല്ലാ ടൈം ലൈനും അയാൾ വിവരിച്ചു. ജോർജ് തനിച്ച് കടയിലിരിക്കുന്ന സമയം ആഹാരം കഴിക്കുന്നതും മയങ്ങുന്നതും എല്ലാം തനിക്കറിയാമായിരുന്നുവെന്ന് ഹരീബ് പോലീസിനോട് സമ്മതിച്ചു. വലിയ തുക ഉണ്ണുണ്ണി കൈവശം വയ്ക്കാറുള്ള ശീലവും ഹരീബിന് അറിയാമായിരുന്നു. ഇക്കാര്യം അയാൾ തമിഴ്നാട്ടിലെ ഒരു ക്രിമിനൽ സംഘത്തിന് ചോർത്തി നൽകി. അതായിരുന്നു ആദ്യപടി. ലക്ഷ്യം മോഷണം. വെറും മോഷണം മാത്രമായിരുന്നു ലക്ഷ്യം. എന്നാൽ ജോർജ് പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു ആ സംഘം. കയ്യിൽ കരുതിയ കൈലിമുണ്ട് പിരിച്ച് കഴുത്തിൽ മുറുക്കി. ഒരു ഷർട്ട് വായിൽ തിരുകി. ഒപ്പമുണ്ടായിരുന്ന തമിഴ്നാട് തസ്കര സംഘം ഉണ്ണുണ്ണിയുടെ കഴുത്തിൽ മരണം വരെ ആ തുണിക്കയർ മുറുക്കി. കടയിലെ CCTVയിൽ കുടുങ്ങുമെന്ന് ഭയന്ന് ഹാർഡ് ഡിസ്ക് അഴിച്ചെടുത്ത് അച്ഛൻ കോവിലാറ്റിലെറിഞ്ഞതായി ഹരീബ് മൊഴി നൽകി. ഈ ഹാർഡ് ഡിസ്ക് പിന്നീട് സ്കൂബ ടീമിന്റെ സഹായത്തോടെ പോലീസ് വീണ്ടെടുത്തു. പോലീസിനിപ്പോൾ പ്രതികളുടെ ആകെ ചിത്രമായി. മുഖ്യ ആസൂത്രകൻ പത്തനംതിട്ട വലഞ്ചുഴി പള്ളിമുരുപ്പയിൽ ആരിഫ് എന്ന ഹരീബ് 38 വയസ്സ്. തമിഴ്നാട് തെങ്കാശി സ്വദേശി മദ്രാസ് മുരുകൻ എന്ന് വിളിക്കുന്ന മുരുകൻ 42 വയസ്സ്. മധുര സ്വദേശി സുബ്രഹ്മണ്യൻ 24 വയസ്സ്. വലഞ്ചുഴി ജമീല മൻസിലിൽ നിയാസമാൻ 33 വയസ്സ്. ഡോൺ എന്ന് വിളിക്കുന്ന മുത്തുകുമാരൻ വയസ്സ് 33. പോലീസ് അവർക്കായി വല വിരിച്ചു. ഹരീബിന്റെ ചോദ്യം ചെയ്യലിനൊടുവിൽ പത്തനംതിട്ടയിൽ അറസ്റ്റു രേഖപ്പെടുത്തി. തെങ്കാശി അയ്യാപുരത്തെ തോട്ടത്തിലെ ഷെഡുകളിൽ ഒളിച്ചു കഴിഞ്ഞിരുന്ന മറ്റു പ്രതികളെ സാഹസികമായാണ് പോലീസ് പിടികൂടിയത്. എങ്കിലും ഒരു ചോദ്യം അവശേഷിച്ചു. നാട്ടുകാർക്കും പോലീസിനും. ഹാരിബ് എങ്ങനെ ഈ തമിഴ്നാട്ടുകാരുമായി ഒരു സഖ്യമുണ്ടാക്കി? ഇത്ര ഒത്തൊരുമയോടെ ഈ കൃത്യം ചെയ്യാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു? ക്വാർട്ടർ ഹാരിഫ് എന്ന് വിളിപ്പേരുള്ള പത്തനംതിട്ട സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ ഹാരിഫ് ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്. തമിഴ്നാട് സ്വദേശികളായ മുരുകൻ,
ബാലസുബ്രഹ്മണ്യൻ എന്നിവർക്കൊപ്പം അയാൾ ജയിലിൽ കിടന്നിട്ടുണ്ട്. പാളയം കോട്ട സെൻട്രൽ ജയിലിൽ. അവിടെയാണ് ഈ കൂട്ടുകെട്ടുണ്ടായത്. അത് വെറും ജയിൽ മേറ്റ്സ് എന്നതിനപ്പുറം കടന്നു. അവിടെ അവർ പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി. അന്തർ സംസ്ഥാന മോഷണത്തിന്റെ സാധ്യതകൾ തേടി. അതിന്റെ ആദ്യ പരീക്ഷണമായിരുന്നു ജോർജ് ഉണ്ണുണ്ണി എന്ന അധ്വാനിയായ മനുഷ്യന്റെ വിലപ്പെട്ട ജീവൻ. പ്രതികളെ പിടിച്ച പോലീസിന് അഭിനന്ദന പ്രവാഹമായിരുന്നു. കുറ്റാന്വേഷണ ചരിത്രത്തിൽ അതിവേഗം ശാസ്ത്രീയമായി അന്തർ സംസ്ഥാന ബന്ധങ്ങളുള്ള ഒരു കൊലയാളി തസ്കര സംഘത്തെ പൂട്ടിയ മികവിനുള്ള അംഗീകാരം. പക്ഷേ ഒറ്റയ്ക്ക് അധ്വാനിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കുള്ള സുരക്ഷയുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, നമ്മുടെ ജയിലുകൾ ഇങ്ങനെ ഡെഡ്ലി കോമ്പിനേഷനുകൾ ഉണ്ടാകാനുള്ള ഇടങ്ങളായി മാറരുത്. അത് ഉറപ്പായും തിരുത്തലുകൾക്കുള്ള പഠന കേന്ദ്രങ്ങളാണ്.